കൂട്ടുകാരെ, നമ്മളെ ചക്കരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഇന്നലെ അരിഞ്ഞിട്ട ചക്ക ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്ന് കുക്കറിലിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് തേങ്ങ, ചെറിയ ജീരകം, ഉള്ളി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് ഇതിൽ ഒഴിച്ച് മക്കളെ. പിന്നെ അതിലേക്ക് ഉള്ളൊരു സംഭവമാണ് അതത് റെഡിയാക്കുന്നത്. ഞങ്ങൾ ഇത് ഇതിലേക്കൊക്കെ ഇടുക. ഇതാണ് ഇതിലെ ചക്ക എരിശ്ശേരിൻ്റെ ഹൈലൈറ്റാണത് കേട്ടോ. കേട്ടോ, ഇതാണ് ചക്ക എരിശ്ശേരീൻ്റെ ഹൈലൈറ്റ്. ഇതിങ്ങനെ പത്തിലാക്കി ചിലവർ വിചാരിക്കും ഇത് ബിരിയാണിയാണ്. അങ്ങനെ കാണുമ്പോൾ വിചാരിക്കില്ല ഇത് ബിരിയാണിയാണ്. അതാണ് നമ്മുടെ ചക്ക എരിശ്ശേരി. ഓ എൻ്റെ പൊന്നാര മക്കളെ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. എന്താ അപ്പോൾ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ചക്കയില്ലേ? ഗ്യാസ് ഓഫാക്കാൻ മറന്ന്. എല്ലാവരുടെ വീട്ടിലും ചക്കയില്ലേ? അപ്പം നിങ്ങൾ ഇതുപോലെ ചക്കരിശ്ശേരി വെക്കണേ. അപ്പം ഞാനിപ്പോൾ ഇതിലിട്ട ഈ സംഭവമില്ലേ, ഇതെന്തൊക്കെയാണെന്ന് അറിയാം. ചെറിയ ഉള്ളി കുറച്ച് നല്ലോണം ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, അതേപോലെ തന്നെ തേങ്ങ ചിരകിയത് നല്ലോണം ഉണ്ട്. ഒരു 2 കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് വേണം. എരിശ്ശേരി എന്ന് പറയുമ്പോൾ അതിൻ്റെ തേങ്ങ വറുത്ത് ഇടുന്നതാണ് എരിശ്ശേരിക്കൊക്കെ ഒരു പ്രത്യേകത. എരിശ്ശേരി എന്ന് പറയുമ്പം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ചെറിയ ഉള്ളിയും തേങ്ങ വറുത്തിടുന്നതാണ് എരിശ്ശേരി. കറിവേപ്പില എല്ലാം കൂടി വറുത്ത് നല്ല ബ്രൗൺ കളറാക്കി എൻ്റെ മക്കളെ നമ്മളങ്ങോട്ട് ഈ ചക്കയിലേക്കായിട്ട് ഒഴിക്കും നല്ല വെളിച്ചെണ്ണ. കാരണം നമ്മൾ വീട്ടിൽ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ മായം ചേർത്ത വെളിച്ചെണ്ണയൊന്നുമല്ല, നമ്മൾ തേങ്ങ ആട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. അപ്പം ഞങ്ങളുടെ ചക്ക എരിശ്ശേരി കണ്ടിട്ട് കൊതിയാവുന്നുണ്ടല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ നാളെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.